പറയുമ്പോ എന്റെ ചെറുപ്പക്കാര് പറയും, ഉസ്താദേ നിങ്ങളുടെയൊക്കെ വഅദ് കേൾക്കുമ്പോ, ഉസ്താദന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോ നന്നാകണമെന്നുണ്ട്. കള്ളുകുടി നിർത്തണം, എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളും നിർത്തണം, 5 നേരം നിസ്കരിക്കണം, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട് ഉസ്താദ്. പറ്റുന്നില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. പരിശുദ്ധമായ റമളാന് പടിവാതിൽ വന്ന് നിന്നിട്ട് പോലും നിനക്ക് നന്നാകാൻ പറ്റുന്നില്ലല്ലോ. പലരും പറയുന്നത് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല ഉസ്താദ് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, നന്നാകണോടാ എന്റെ ചെറുപ്പക്കാരാ. നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറണോ? കള്ളു കുടിക്കുന്നതും കഞ്ചാവടിക്കുന്നതും നിസ്കരിക്കാതെ നടക്കുന്നതും ഇതൊക്കെ മാറിയിട്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാകണോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നന്നാകണോ? നന്നാകാനുള്ള ഒരു വഴി പറഞ്ഞു തരാ, നന്നാകാനുള്ള ഒരു വഴി പറഞ്ഞു തരാ. 1 രൂപയുടെ ചെലവില്ലല്ലോ, ഒരു കഷ്ടപ്പാടില്ലല്ലോ, ഒരു രൂപയുടെ ചെലവ് പോലുമില്ലല്ലോ. നന്നാകാനുള്ള എളുപ്പ വഴി എന്തെന്നറിയോ? വഅദ് കേൾക്കാമെന്ന ബാപ്പാ, വഅദ് കേൾക്കാമെന്ന ചെറുപ്പക്കാരാ, നീ പേടിയില്ലാത്തവനല്ലേ? ഏത് പാതിരാത്രിയും ഏത് ഇടവഴിയിലൂടെയും നടന്നു പോകാൻ നിനക്ക് ധൈര്യമല്ലേ? ഉസ്താദേ എനിക്ക് പേടിയില്ല. എന്ത് പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇരിക്കി. ഓ, നിങ്ങൾ പോയിട്ട് എന്ത് കിട്ടാനാ? നിങ്ങളും കൂടെ അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ അതിനകത്ത് വീണ് പോയാലോ. ഇട്ടിരി. അള്ളാഹു കാക്കുമാറാകട്ടെ. ചില ചെറുപ്പക്കാര് പറയാറുണ്ട്, ഉസ്താദെ എനിക്ക് പ്രേതത്തെ ഒന്നും പേടിയില്ല, ഏത് പാതിരാത്രിയും ഞാൻ എവിടെയും പോകും, 2 മണിക്കോ 3 മണിക്കോ ധൈര്യമായിട്ട് ഞാൻ എവിടെയും പോകും, ഞാൻ പേടിയില്ലാത്തവനാണ് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രാത്രി 2 മണിക്ക് ഏത് പറമ്പിലൂടെയും നീ നടന്നു പോകുമല്ലോ. പേടിയില്ലാത്തവനാ, ഭയമില്ലാത്തവനാ. എങ്കിലും ഞാൻ നിന്നോട് പറയുകയാ, പടച്ചവനെ ഇന്ന് വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങ്. നാളെ രാവിലെ നീ എഴുന്നേക്കുമല്ലോ, ഒരു 10 മണിയാകുമ്പോ നീ നിന്റെ ബൈക്കും എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് വരണേ. ചെറുപ്പക്കാരാ കേൾക്കടാ, നന്നാകാനുള്ള വഴിയാട് നിസ്കരിക്കാനല്ല, ഖുർആൻ ഓതാനല്ല, വഅദ് കേൾക്കാനല്ല. പിന്നെ എന്തിനാണ് നിന്നോട് വരാൻ പറഞ്ഞതെന്നറിയോ? ഏത് പാതിരാത്രിയും ഏത് ഇടവഴിയിലൂടെയും നടന്നു പോകാൻ ധൈര്യമുള്ള ചെറുപ്പക്കാരാ, ഞാൻ നിന്നോട് പറയുന്നത്, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നാളെ 10 മണിയാകുമ്പോ ഈ പള്ളിയിലേക്ക് കടന്നു വരണേ, ഇവിടത്തെ ഖബർസ്ഥാനിലേക്ക് പോകണേ. നിന്റെ ഉപ്പാനെ കൊണ്ടുപോയി കുടിച്ചിട്ടാ, നിന്റെ കൂടപ്പറപ്പുകളെ കൊണ്ടുപോയി ഖബറടക്കിയ, നിന്റെ നാട്ടിൽ കൊണ്ട് ഖബർസ്ഥാനുണ്ടല്ലോ, ആ പള്ളിപ്പറമ്പിലേക്ക് ഒറ്റയ്ക്കൊന്ന് പോകണേ. പാതിരാത്രി 12 മണിക്കല്ല, 3 മണിക്കല്ല, പടച്ചവനെ പകലൊരു 10 മണിയാകുമ്പോ ഒറ്റയ്ക്ക് നീ പള്ളിപ്പറമ്പിലേക്കൊന്ന് ചെല്ലണേ. അങ്ങനെ പള്ളിപ്പറമ്പിലൂടെ നടന്നു പോകുമ്പോ മോനെ ഒരു കബറ് കുടിച്ചിട്ടിരിക്കുന്നത് കാണാ. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, എന്റെ ഉപ്പമാരോട് പറയുകയാണ്, നിങ്ങൾക്കൊക്കെ ധൈര്യമുണ്ടെങ്കിൽ ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറടച്ചു വെച്ചിട്ടുണ്ടല്ലോ, അടപ്പെടുത്തു മാറ്റു സഹോദരാ. എന്നിട്ട് ആ കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്ത് നീയും നിറങ്ങടോ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ, പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറുണ്ടല്ലോ, ആ കബർ
കബറിനകത്ത് ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് നിനക്കൊന്ന് കിടക്കാൻ കഴിയുമോ ചെറുപ്പക്കാരാ? പേടിയാടാ, പേടിയാടാ. നിന്റെ കൈകാല് വിറയ്ക്കുകയാണ്, ശരീരം വിയർക്കുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. ആ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് ഇറങ്ങി കിടക്കാനുള്ള നട്ടെല്ല് നിനക്കില്ല ചെറുപ്പക്കാരാ. പേടിയാടോ, നീ കബറിനകത്തിറങ്ങണ്ട, നീ കബറിനകത്തിറങ്ങണ്ട. പടച്ചവനെ, ആ കുടിച്ചിട്ടിരിക്കുന്ന കബറിന്റെ മുകളിൽ നിന്നിട്ട് ചുറ്റുഭാഗത്ത് കാണുന്ന കബറുകളിലേക്കൊന്ന് നോക്കണേ. എന്നിട്ട് ആ കുടിച്ചിട്ടിരിക്കുന്ന കബറിലേക്ക് നോക്ക്. കബറിന്റെ ആഴമോ സോദരാ നീ നോക്ക്. അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? പേടിയാടോ, പേടിയാടോ, നമുക്ക് പേടിയാ സഹോദരാ. നബിതങ്ങൾ പറയുകയാ, നിങ്ങൾ കബറിന്റെ ചാരത്ത് ചെല്ലണേ, നിങ്ങൾ നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പേടിക്കണം സഹോദരാ. കബർ കളിക്കേണ്ട സ്ഥലമല്ലടാ. കബറിനെ കുറിച്ച് പറഞ്ഞാലേ പേടിക്കണമെന്നാട്. കബർ കണ്ടാ കരയണമെന്നാ, കബർ കണ്ടാ കരയണമെന്നാ. ആരാ കരയുന്നത്? കബർ വെട്ടുന്നവൻ പോലും അവിടെ നിന്ന് വീടി വലിച്ചുകൊണ്ട് മുട്ടുമടക്കി കൊടുത്തു തമാശയും പറഞ്ഞുകൊണ്ട് കബർ കുടിക്കുകയാണ്. നിനക്കറിയാഞ്ഞട്ടാ, നിനക്കറിയാഞ്ഞട്ടാ, കബറിനെ കുറിച്ച് നിനക്കറിയാഞ്ഞട്ടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എടോ, നമുക്ക് നാവുള്ളതുപോലെ, എനിക്ക് നാവുള്ളതുപോലെ ഖബറിനും നാവുണ്ടെന്നാട്. ഖബർ സംസാരിക്കുമെന്നാട്. ഖബർ എല്ലാവരോടും സംസാരിക്കുമെന്നാട്. ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില അകില വലാ ശരിബ സുറുബാ ഇല്ലാ വഹുവ യബ്ഖീ വയളിരിബു അലാ സ്വദിരീ. പടച്ചവനെ, കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാണം നീ അറിഞ്ഞിരുന്നെങ്കിൽ, ചിരിക്കുന്നത് പോയി, കളിക്കുന്നത് പോയി, സുഖിക്കുന്നത് പോയി. നീ ഭക്ഷണം കഴിക്കില്ല, നീ വെള്ളം കുടിക്കില്ല. വയളിരിബു അലാ സ്വദിരീ. നെഞ്ചത്തടിച്ചിട്ട് നീയൊക്കെ കരയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നന്നാകുമടാ ചെറുപ്പക്കാരാ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നൊരു മനുഷ്യന്റെ ജനാസ കൊണ്ടുപോവുകയാണ്. പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറടക്കുകയാണ്. ജനാസ കബറടക്കി അവിടെ നിന്ന് ദുആ ചെയ്തു. എല്ലാവരും സലാം പറഞ്ഞുകൊണ്ട് പിരിച്ചു പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് നിൽക്കുകയാ. കൂടെ വന്നവര് ചോദിക്കുന്നു, വരുന്നില്ലേ തങ്ങള്? എല്ലാവരും പൊക്കോ, അല്പനേരം എനിക്കിവിടെ ഒന്ന് നിൽക്കണം. കൂടെ വന്നവർ ചോദിക്കുന്നു, മയ്യത്ത് കുളിപ്പിച്ചല്ലോ, കഫം പൊതിഞ്ഞല്ലോ, നിസ്കരിച്ചല്ലോ, കബറടക്കിയല്ലോ, ഇനി എന്തിനാ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എന്നെ ശല്യം ചെയ്യരുത്, എനിക്ക് അല്പനേരം ഇവിടെയൊന്ന് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കൂടെ വന്നവര് മുഴുവനും പറഞ്ഞു വിടുകയാ. എല്ലാവരും അവിടെ നിന്ന് മടങ്ങി പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ നടക്കുകയാണ്. പള്ളിപ്പറമ്പിലെ കബറാളികളുടെ ഇടയിലൂടെ നടക്കുകയാണ്. ഒരു പഴയ കബർ കാണുകയാ, ഒരു പഴയ കബർ കാണുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. ആ കബറിന്റെ ചാരത്ത് പോയിരുന്ന് കരയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മിണ്ടാതെ ഇരുന്ന് കരയുകയാണ്. കരയുന്നത് കണ്ടപ്പോ കബർ ചോദിക്കുന്നു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്,
എന്നോടൊന്നും ചോദിക്കാനില്ലേ? ഒരുപാട് സമയമായിരിക്കുകയാണല്ലോ. എൻ്റെ അകത്ത് കിടക്കുന്നവനെ കുറിച്ച് നിനക്കറിയണ്ട്. ഞാൻ എങ്ങനാണ് പെരുമാറേണ്ടതെന്നറിയണ്ട്. അവിടുന്ന് ഖബറിനോട് അവിടുന്ന് മഹാനവറുകൾ ചോദിക്കുകയാണ്. ഖബർ പറയുകയാ, മസക്കത്തുൽ കുഫാൻ വശദഖൽതൽ മുഖ്ലതൈൻ വഅകൽതുൽ ലഹുമാ. ഖബർ ഒരാളോട് പെരുമാറുന്നത് എങ്ങനാണെന്ന് പറയാൻ തുടങ്ങുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ ചെവിയങ്ങ് പൊത്തിപ്പിടിക്കുകയാണ്. പറയല്ലേ പറയല്ലേ, എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് എന്നോട് പറയല്ലേ. അത് കേൾക്കാനുള്ള ധൈര്യമില്ലാതെ പിടഞ്ഞങ്ങ് താഴെ വീഴുകയാ. ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുകയാ. ഖബറിന്റെ മുകളിൽ കിടന്ന് പിടയുകയാണ്. അപ്പോഴാണ് ഖബർ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലദുല്ലുക അലാ അക്ഫാനി ലാ തുബിലാ. അവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, ചെറുപ്പക്കാരാ, ഖബർ കളിക്കല്ലേ, തമാശ പറയല്ലേ, ചിരിക്കല്ലേ, അടുത്ത് നിന്ന് സംസാരിക്കല്ലേ. മോനെ, ഖബർ നിന്നോട് പറഞ്ഞു തരുന്ന ഒരുപാട് രഹസ്യമുണ്ടടാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്ത് ഓതിയപ്പോ അല്ലാഹുവേ, റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് കേട്ടപ്പോ അതാ റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. വീടിന്റെ മുമ്പിൽ ഖബർ കുടിച്ചടാ. വീടിന്റെ മുമ്പിൽ ഖബർ കുടിച്ച ചെറുപ്പക്കാരനാണ് റബീഅ ഇബ്നു ഖൈസം. തന്റെ വീടിന്റെ മുറ്റത്ത് ഖബർ കുടിക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് ഇറങ്ങുകയാണ്. രാവിലെയും വൈകിട്ടും സ്വന്തം കൈകൊണ്ട് കുടിച്ച ഖബറിനകത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അതിനകത്തിരുന്ന് ഇബാദത്ത് ചെയ്യുകയാണ്. അതിനകത്തിരുന്ന് ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം രാത്രി വീട്ടിലേക്ക് ചെല്ലുമ്പോ ഇബാദത്തിന് വല്ലാത്ത ഒരു മടിയാ. ഇബാദത്ത് ചെയ്യാൻ മനസ്സനുവദിക്കുന്നില്ല. ഒരു മടി വരികയാണ്, ഒരു ക്ഷീണം വരികയാണ്. പടച്ചവരേ, റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഖബറിനകത്തിറങ്ങും. പലകയെടുത്ത് നിരത്തി വെക്കും. ഖബർ മുകളിൽ നിന്ന് അടച്ചു വെക്കും. എന്നിട്ട് ആ ഖബറിനകത്ത് കിടന്നിട്ട് റബീഅ ഇബ്നു ഖൈസം വിളിക്കുന്നു, റബ്ബിർജിഊ, എന്നെ മടക്കണേ, എന്നെ രക്ഷപ്പെടുത്തണേ, എന്നെ രക്ഷപ്പെടുത്തണേ. ഖബറിനകത്ത് കിടന്ന് നിലവിളിക്കുമ്പോ ഭാര്യ ഓടി വരികയാ, അയൽവാസികൾ ഓടി വരികയാ. ഖബറിന്റെ അടപ്പെടുത്ത് മാറ്റിയിട്ട് റബീഅ ഇബ്നു ഖൈസം അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാ. ഖബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. ഇത് സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ്. എന്നാ ഇബാദത്ത് ചെയ്യാൻ മടി വന്നപ്പോ റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഖബറിനകത്ത് ഇറങ്ങുകയാ. രാത്രിയില് തന്റെ ഭാര്യയുടെ കൂടെ മണിയറയ്ക്കകത്ത് കിടക്കുന്ന ചെറുപ്പക്കാരൻ അവിടുന്ന് രാത്രി എഴുന്നേറ്റ് ഖബറിനകത്ത് ഇറങ്ങി ഖബറടച്ചു വെച്ചു. എന്നിട്ട് അതിനകത്ത് ഇരിക്കുകയാണ്. സാധാരണ പറയുന്നത് പോലെ അവിടുന്ന് വിളിച്ചു പറയുന്ന, റബ്ബിർജിഊ, എന്നെ രക്ഷപ്പെടുത്തണേ, എന്നെ രക്ഷപ്പെടുത്തണേ. ഖബറിനകത്ത് കിടന്ന് റബീഅ വിളിച്ചു പറയുമ്പോ അല്ലാഹുവേ, അല്ലാഹുവേ, ഭാര്യ കിടന്ന് ഉറങ്ങുകയാണ്. ഭാര്യ കിടന്ന് ഉറങ്ങുകയാണ്. ഖബറിനകത്ത് കിടന്ന് വിളിച്ചിട്ടും ആരും രക്ഷപ്പെടുത്താ പോകുന്നില്ല. കാര്യം ഭാര്യ കിടന്ന് ഉറങ്ങുകയാണ്. അവസാനം ഒരു നിലവിളി കേൾക്കുകയാണ്, ഒരു അട്ടഹാസം കേൾക്കുകയാണ്. പടച്ചവനെ, റബീഅയുടെ പ്രിയപ്പെട്ട ഭാര്യ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുകയാ, ഓടുകയാ. വീടിന്റെ മുറ്റത്ത് കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്ത് കിടന്നിട്ട് തന്റെ പ്രിയതമൻ അവിടെ കിടന്ന് നിലവിളി
നിലവിളിക്കുകയാണ്. പടച്ചവനെ, ശ്വാസം മുട്ടുകയാണ്, കണ്ണ് തെള്ളുകയാണ്. ഖബറിനകത്ത് കിടന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തണേ, എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിനകത്ത് കിടന്ന് നിലവിളിക്കുകയാ. പടച്ച റബ്ബേ, ഇതാണടോ നന്നാകാറുള്ള എളുപ്പ വഴി. ഇതാ ഞാൻ നിങ്ങളോട് പറയുന്ന നന്നാകാറുള്ള എളുപ്പ വഴി എന്തെന്നറിയോ? അത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് ചെല്ലലാ. ഒരുപാട് സമ്പന്നന്മാരെ കാണാം, ഒരുപാട് അഹങ്കരിച്ച് നടന്നവരെ കാണാം. ഒരു തിരക്കുമില്ലാതെ പള്ളിപ്പറമ്പിലെ കുഴിക്കകത്ത് കിടന്ന് നരകിക്കുകയാ. അതുകൊണ്ട് വഅദ് കേൾക്കാൻ വന്നവര് സമയം വിലപ്പെട്ടതാ. എത്ര ചോദിച്ചാലും അല്ലാഹു തരൂല. അതുകൊണ്ട് ഇപ്പൊ നിനക്ക് സമയമുണ്ടല്ലോ, ഉപയോഗപ്പെടുത്തണേ, ഉപയോഗപ്പെടുത്തണേ. അല്ലാഹു 40 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. സ്റ്റേജിൽ ഇരിക്കണ ആരും പൊക്കണില്ല കേട്ടോ, ഖത്തീബ് ഉസ്താദ് ഉൾപ്പെടെ. ഉസ്താദിന് എത്ര വയസ്സുണ്ട് ഇപ്പൊ? ഉസ്താദ് നമ്മുടെ ടീമാ, കുഴപ്പമില്ല. നിനക്ക് എത്ര ഉണ്ടടാ? ഇല്ല. 40 വയസ്സ് കഴിഞ്ഞവര് മാത്രം ഒന്ന് കൈവക്കിക്കേ. പെണ്ണ് കെട്ടിക്കാനൊന്നുമല്ല, പൊക്കിക്കോ. പോകാൻ സമയം